ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ്റെ ഒരു വിഭവം തയ്യാറാക്കുകയാണ്. അതിനുവേണ്ടി ഇവിടെ ഒരു 1/4 കിലോ ചിക്കൻ വെച്ചിട്ടുണ്ട്. ഒരു 250 ഗ്രാം ചിക്കൻ ചെറിയ പീസാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് വേണ്ടുന്ന ബാക്കി കൂട്ടുകാരൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എടുത്ത് വെച്ച ചിക്കനിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് വയ്ക്കാം കുറച്ച് സമയം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചതച്ചതാണ്, അത് ഇതിലോട്ടിടാം. പിന്നെ പച്ചമുളക് നന്നായിട്ട് അരച്ചതാണ്. പച്ചമുളകിൻ്റെ കൂടെ അല്പം വിനീഗറും ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ട് അരച്ചെടുത്താണ്. ഒരു ടീസ്പൂൺ, ഞാൻ 2 പ്രാവശ്യം ഇട്ടിട്ടെങ്കിലും 1 ടീസ്പൂണേ ഉള്ളൂ. 2 സ്പൂൺ കാണുമ്പോൾ അറിയാം അളവ് വേണം. 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1-2 മണിക്കൂർ വെക്കണം, നല്ലതാണ്. ഇരിക്കട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ ഒരല്പം സോയാ സോസ് വളരെ കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂണോളം സോയാ സോസ് ഇട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുക. എല്ലാം ഞാൻ ഈ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. എല്ലാ അളവും ഇതിൽ ചേർത്തിരിക്കുകയാണ്. അതായത് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നമ്മൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. കൈ കൊണ്ട് നന്നായിട്ട് പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ടാണ് നമ്മൾ ഈ സോസ് ഒഴിച്ചതും പിന്നെ ഇതൊക്കെ മുളക് പൊടി ഇട്ടു. ഇനി ഇതിൽ നമുക്ക് വിനീഗർ ഒഴിച്ചു വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കാം. ഞാനിപ്പോൾ വിനീഗർ ഇട്ടാണ് ഈ പച്ചമുളകൊക്കെ അരച്ചു കൊണ്ടുവന്നത്, അപ്പോൾ അത് മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഒരു 2 മണിക്കൂറൊക്കെ വെച്ചാൽ കൊള്ളാം, അരമണിക്കൂർ നമ്മുടെ സൗകര്യം പോലെ വയ്ക്കാം. അത് മിക്സ് ചെയ്യുമ്പം നല്ലതാണ്, അതിനകത്ത് പിടിക്കും. അതിനാണ് മിക്സ് ചെയ്യണം നന്നായിട്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ ഇച്ചിരി പിശിക്കേണ്ട അത്ര ഒഴിക്കുന്നില്ല. ഇനി നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്കിതിനകത്തിട്ട് പൊരിച്ചെടുക്കണം. ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇട്ടപ്പോൾ തന്നെ നല്ല മണം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇടുന്നത്. ഇടാൻ പറ്റുന്നത് ഇത് നമുക്ക് മുരിച്ചെടുക്കാം. നമുക്ക് വേഗം ഇത് നമുക്കൊന്ന് മറിച്ചിടാം. മറിച്ച് തിരിച്ചിട്ട് വേവിക്കപ്പോൾ മൂത്ത് വരട്ടെ. അല്ലെങ്കിൽ നമ്മൾ നിറച്ചും എണ്ണ ഒഴിച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഈ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കണം പോലെ ഉണ്ണിയപ്പൻ്റെ നെയ്യപ്പൊക്കെ ഒഴിക്കുന്നത് ഒഴിക്കണം. അത് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കാം, നമുക്ക് ആയിട്ടുണ്ട്, മുരിഞ്ഞിട്ടുണ്ട്. നമുക്കത് അങ്ങോട്ട് എടുക്കാം. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഇനി നമുക്ക് അടുത്തത് ഇടാം. ഇതിനകത്തുള്ള ഇതിൻ്റെ അരപ്പൊക്കെ ഇരുന്നാൽ കരിഞ്ഞിരിക്കും. കരിഞ്ഞല്ല, നന്നായിട്ട് ഇങ്ങനെ ആയിപ്പോവും. നമുക്കിനി അടുത്തിടാം.
രണ്ടാമതിട്ടതാണിത്. അത് വെന്തിട്ടുണ്ട്. ഒരു 8 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് ആയിക്കോളും. എടുക്കുകയാണിത്. ഞാനൊരു സവാള എടുത്ത് വെച്ചിട്ട് 2 പച്ചമുളകും ഉണ്ട്. ഈ സവാള അരിഞ്ഞ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാൻ പോവാണ്. ഇതൊന്ന് ചെറുതായിട്ട് അരി അത്രയേ ഉള്ളൂ. ഇത് കുറച്ച് എണ്ണ മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കി വന്ന എണ്ണ ഇത്രയും നമുക്ക് വേണ്ട, അതുകൊണ്ട് നോക്കാം, ചിലപ്പോൾ വേണ്ടി വരും. ഇനി ഞാൻ ആ ഉള്ളി കാണിച്ചില്ല. ആ ഉള്ളി നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ ചിക്കൻ ഇട്ട പാത്രത്തിൽ ഇട്ട്, അതാണ് ഈ നിറം. ചിക്കൻ മാരിനേറ്റ് ചെയ്തില്ല അതിൽ. ഇനി നമ്മൾ ഈ എണ്ണയിലിട്ട് ഈ ഉള്ളി ഇടാൻ പോവാണ്. മുളകുണ്ടായിരുന്നല്ലോ, അതൊന്ന് കീറി അത് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നന്നായിട്ട് മൊരിയാണ്. മൊരിഞ്ഞ് ഇതിൻ്റെ വെള്ളം മുഴുവൻ പോകണം. മൊരിഞ്ഞെന്ന് വെച്ചാൽ വെള്ളം പറ്റണം, അത്രയേ ഉള്ളൂ. നോക്കാം നമുക്ക്. ഒരു ടീസ്പൂൺ നമ്മൾ ആദ്യം എടുത്ത സ്പൂൺ, അതിൽ 1 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഞാനിപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ഇടുന്നത്. പിന്നെ സോയാ സോസ് ഒഴിക്കാം. ഞാൻ ഇപ്പോൾ സോയാ സോസ് ഒഴിക്കുന്നില്ല, സോയാ സോസ് ഒഴിക്കാം. ഈ നിറം കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട. ഈ ഒന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയാകുമ്പോൾ പെട്ടെന്ന് നിറം മാറും. അതിൻ്റെ കൂടെ നമ്മൾ ഇത് വറുത്തതാണല്ലോ, അതുകൊണ്ടാണ് ഈ നിറം. അല്ലാതെ നമുക്ക് വേറെ പാത്രത്തിൽ പ്രത്യേകം ഇട്ട് വയ്ക്കാം. ഇതിൻ്റെ വെള്ളമയം വറ്റണം, ഇത്രയേ ഉള്ളൂ. ഇതായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി തുടങ്ങി. നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇടുകയാണ്. ഇങ്ങനെ വറുത്ത് വെച്ച ചിക്കനും കഴിക്കാം, ഇങ്ങനെയും കഴിക്കാം. ഇത് വേറെ ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. വേണമെങ്കിൽ മസാലപ്പൊടി ആവശ്യമുള്ളവർക്ക് ഇടാം. നമ്മൾ എണ്ണ ബാക്കിയോടെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച്. ഡിഷിലോട്ട് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അല്ലേ? ചിക്കൻ ഒരു പുതിയ തരം ചിക്കനാണ്, ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.